മലങ്കര സഭ ഭിന്നിക്കരുത് എന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. സഭയെ വിഭജിക്കണമെന്ന ആവശ്യത്തോട് പ്രധാനമന്ത്രി സമ്മതം മൂളുമെന്ന് കരുതുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഭാരതീയ സഭയാണ് മലങ്കര സഭയെന്ന് RSSനും BJPക്കും അറിയാം. സമാധാനത്തിന് മറ്റെങ്ങും പോകേണ്ടതില്ലെന്നും സ്വത്വവും സത്യവും മനസ്സിലാക്കിയാൽ മതിയെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. നമുക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ആരോ ഡൽഹിയിൽ പോയി സഭാസമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി അതിനോട് പറഞ്ഞത് നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്, നിങ്ങൾ ഒന്നായി തീരണം, അതിനുള്ള മാർഗം അന്വേഷിക്കണമെന്നാണ്. മലങ്കര സഭ ഇതേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. സഭ ഒന്നായി തീരണമെന്നുള്ളത് രാജ്യത്തിൻ്റെ സമാധാനമാണ്. ഇത് സഭ ഇവിടെ പറയുന്നു. അതിന് ഡൽഹിയും അല്ലെങ്കിൽ മറ്റ് ലോകത്തിലെ മറ്റ് കേന്ദ്രങ്ങളോ അമേരിക്കയിലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അത് സാധിക്കും. യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, പറയൂ. ഗോപീഷൻ, ഇങ്ങനെ ഒരു ചർച്ച നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ നടന്നതാണ്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തിലാണ് ഇന്നലെ പാത്രിയാർക്കീസ് ബാവയുമായി പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു, പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു ചർച്ച. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ഈ മലങ്കര സഭകൾ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യമായിരുന്നു. അതിന് തയ്യാറാണെന്ന് പാത്രിയാർക്കീസ് ബാവയും ഒപ്പം തന്നെ യാക്കോബായ അധ്യക്ഷനും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനോടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ മുമ്പ് സ്വീകരിച്ച അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു മുന്നോട്ട് പോക്ക് ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ളൊരു നിലപാടാണ് ഓർത്തഡോക്സ് സഭ എടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ അവരുടെ പ്രതികരണത്തിലൂടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.